എല്ലാ കണ്ണുകളും നാളെ പാർലമെന്റിലേക്കാണ്. വളരെ പ്രധാനപ്പെട്ട 2 ബില്ലുകൾ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്നു. വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും നാളെ പാർലമെന്റിൽ വെക്കാനിരിക്കെ ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലാണ് യോഗം. പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ യോഗത്തിൽ ചർച്ച ചെയ്യും. യോഗത്തിന് മുന്നോടിയായി കോൺഗ്രസ് സ്ട്രാറ്റജി യോഗം ചേർന്നിരുന്നു. நாளைக்கு நாடாளுமன்றத்தில் அவங்க கொண்டு வர போற சட்ட திருத்தத்துக்கு எதிர்ப்பை காட்டுற மாதிரி தமிழ்நாட்டில் எல்லாரும் நம்ம வீட்டில் கருப்பு கொடியை ஏற்றுவோம். கருப்பு சட்டத்தை எதிர்த்து நம்ம எதிர்ப்பின் அடையாளமா கருப்பு கொடியை ஏற்றுவோம். இந்தியாவை இருண்ட காலத்திற்கு அழைச்சிட்டு போற எதேச்சதிகார பாஜக அரசுக்கு எதிராக கருப்பு கொடி ஏற்றுவோம். இது தமிழ்நாட்டுக்கும் டெல்லிக்குமான தேர்தல் என நான் சொன்னதை பாஜக தொடர்ந்து நிரூபிக்குது. நான் சொன்னதோட உண்மையான அர்த்தத்தை பாஜகவே உணர்த்திடுச்சு. റഷീദ് ബിൻ മുഹമ്മദ് ഒപ്പം സൈഫ് സൈനുൽ ആബ്ദീൻ എന്നിവർ വിശദാംശങ്ങളുമായി. ആദ്യം റഷീദിലേക്ക്, ഡൽഹിയിലേക്ക്. റഷീദ്, ഇന്ത്യ സഖ്യത്തിന്റെ യോഗം പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്ത്യ സഖ്യം കരുത്ത് കാണിക്കേണ്ട ഒരു ദിനമാണ് നാളെ, കത്തിക്കയറേണ്ട ഒരു ദിനമാണ്. ആ അർത്ഥത്തിൽ എത്ര ഗൗരവത്തോടുകൂടി ഇന്നത്തെ യോഗത്തെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടി നേതാക്കൾ കാണുന്നുണ്ട്? ആരൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്? എന്തൊക്കെ തീരുമാനങ്ങൾ നാളെ നടക്കുന്ന ഈ ബില്ല് അവതരണത്തിൽ എടുക്കേണ്ട സമീപനങ്ങൾ, നിലപാടുകളിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഇന്ന് യോഗത്തിൽ കൈക്കൊള്ളും? മണ്ഡല പുനർനിർണയത്തെയും വനിതാ സംവരണ ബില്ലിലെയും ഏകകണ്ഠേനയായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അരമണിക്കൂറിലധികമായി ഈ യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇതിനെ എതിർക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ആദ്യഘട്ടത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ വനിതാ സംവരണ ബില്ലിൽ എക്കാലവും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണ നൽകിയിരുന്നെങ്കിൽ പോലും മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ അത് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഈ ബില്ലിൽ വ്യക്തമാക്കിയിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ശക്തമായി എതിർക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തിയിട്ടുള്ളത്. ഈ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് അവരുടെ സ്ട്രാറ്റജിക് യോഗം ചേരുകയും ഇതിൽ എടുക്കേണ്ട തീരുമാനങ്ങളിൽ ഒരു അന്തിമ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസിനെ എതിർക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. മറ്റു പാർട്ടികൾ കൂടി ഈ യോഗത്തിൽ അവരുടെ ആശങ്കകൾ പങ്കുവെക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ മണ്ഡല പുനർനിർണയം നടത്തുകയാണെങ്കിൽ അത് ജനസംഖ്യ അടിസ്ഥാനത്തിലാണോ എന്നതിലടക്കം കൃത്യമായിട്ടുള്ള ഒരു വിവരം കേന്ദ്ര സർക്കാർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഇനി അത്തരത്തിലുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് എങ്കിൽ കേരളം, തമിഴ്നാട് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഇത് സാരമായി തന്നെ ബാധിക്കുകയും ചെയ്യും. അതോടൊപ്പം ജനസംഖ്യ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തുകയാണെങ്കിൽ UP, മഹാരാഷ്ട്ര അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോക്സഭയിൽ കൂടുതൽ സീറ്റുകൾ വർദ്ധിക്കുകയും BJPയും NDAയും ഒരു ആധിപത്യ മേഖലയിലേക്ക് എത്തുകയും ചെയ്യും. ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോക്സഭയിലെ പ്രാതിനിധ്യം കുറയ്ക്കുകയും നിയമവ്യവസ്ഥകളിൽ അടക്കം വലിയ പ്രതിസന്ധികൾ നേരിടുന്നതും സാഹചര്യമുണ്ടാകും. ഇതിനെയാണ് ഇപ്പോൾ പ്രധാനമായും പ്രതിപക്ഷം എതിർക്കുകയും ചെയ്യുന്നത്. എന്തായാലും മണ്ഡല പുനർനിർണയത്തിൽ കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ വ്യക്തമാക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം നാളെ ലോക്സഭയിൽ എല്ലാ പ്രതിപക്ഷ MPമാരും പങ്കുവെക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ 3-1 ഭൂരിപക്ഷം ഇല്ലാതെ ഏതെങ്കിലും വിധേന കേന്ദ്ര സർക്കാരിന് ഇതിനെ പാസ്സാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ സഖ്യം ഈ ഘട്ടത്തിൽ ഒറ്റക്കെട്ടായി തന്നെയാണ് നിലനിൽക്കുന്നത്. DMKയും അതോടൊപ്പം RJD അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ബില്ലിനെ എതിർക്കുന്നു എന്നുള്ളത് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇതിനെ എതിർക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിന് ഈ ബില്ലുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. വനിതാ സംവരണ ബില്ല് പൂർണ്ണമായും നടപ്പിലാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും രാജ്യത്ത് ഇത്തരത്തിൽ ഈ സെൻസസ് പ്രകാരമുള്ള, അതായത് 2011 പ്രകാരം സെൻസസ് പ്രകാരമുള്ള മണ്ഡല പുനർനിർണയം നടത്തേണ്ട സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രതിസന്ധികൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും TMC അടക്കം, പ്രത്യേകിച്ചും ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 2 ഘട്ടങ്ങളിലേക്കുമുള്ള പ്രചാരണം ശക്തമാക്കിക്കൊണ്ടാണ് BJPയും TMCയും നിലവിൽ ബംഗാളിൽ പ്രചാരണം നടത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പോലും TMC അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ യോഗത്തിന് എത്തുന്നു എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നാളെ ഈ ബില്ലിനെ ശക്തമായി എതിർക്കുക എന്നുള്ള നിലപാട് തന്നെയായിരിക്കും പ്രതിപക്ഷം എടുക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ യോഗം, എനിക്ക് ദൃശ്യങ്ങളുടെ പുറകിൽ കാണുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇപ്പോഴും യോഗം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളിലെയും നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും അല്പസമയത്തിനകം ഈ യോഗം അവസാനിക്കുകയും പിന്നീട് പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സേഫ്.